ഹായ് ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. സ്കിൻ വൈറ്റനിങ് ക്രീം എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് അല്ലെ അടുപ്പിൻ്റെ മുന്നിൽ നിന്നിട്ട് എന്ത് തരത്തിലുള്ള ചൂടാണെങ്കിലും, ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ ലൈറ്റ് അടിച്ചിട്ടാണെങ്കിലും, ട്യൂബിൻ്റെ ലൈറ്റ് അടിച്ചിട്ടാണെങ്കിലും, നമ്മുടെ വീട്ടിലുള്ള ലൈറ്റിൻ്റെ ലൈറ്റ് അടിച്ചിട്ടാണെങ്കിലും, ഫോണിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റ് അടിച്ചിട്ടാണെങ്കിലും, അതൊക്കെയും സ്കിന്നിൽ മാർക്കുണ്ടാകാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനും ഒക്കെ കാരണമാകും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഏത് തരത്തിലുള്ള ചൂട് നമ്മുടെ മുഖത്തിനടിക്കുമ്പോഴും നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുകയും ഡാർക്ക് സ്പോട്ട് ഉണ്ടാകുകയും മാർക്കുകൾ ഉണ്ടാകുകയും മറുകുകളുണ്ടാകുകയും ഒക്കെ ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ സ്കിൻ വൈറ്റനിങ് ക്രീമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും സൺസ്ക്രീമിനെ നോക്കി പോകുന്നതും ഒക്കെ അല്ലേ. സോ ഈ സ്കിൻ വൈറ്റനിങ് ക്രീം നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിലേക്ക് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഉണ്ടാകുകയും അത് അതുപോലെ ഫാസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഷോർട്ട് ടേമിലേക്ക്, അതായത് കുറച്ച് കാലത്തേക്ക് മാത്രമാണ് നമുക്ക് ഒരു റിസൾട്ട് അതിന് തരാൻ പറ്റുക. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ നിന്നും ഉണ്ടാക്കുന്ന വൈറ്റനിങ് ക്രീം ആകുമ്പോൾ അതിന് നമുക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു എഫക്റ്റ്, സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ തരാൻ സാധിക്കും, ബിക്കോസ് കെമിക്കൽ ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഈ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റുകളിൽ, കടയിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റുകളിലെല്ലാം തന്നെ ഈ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കുന്ന ഫെയർനെസ് ക്രീം തന്നെയാണ്, അല്ലെ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുക. അവരത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയും ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയും അവരുടെ പ്രോഡക്റ്റിന് ഒരു ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ വേണ്ടിയും ഒരുപാട് പ്രിസർവേറ്റീവ്സ്, അതായത് ചീത്തയാകാതിരിക്കാൻ ഉള്ള കെമിക്കൽസ് ചേർത്താണ് നമ്മുടെ കയ്യിലോട്ട് എത്തിക്കുന്നത്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 14 days or 7 days, നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ കണ്ടീഷനും കൂടെ അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. നല്ല ഫ്രിഡ്ജാണെങ്കിൽ ഒരു 14 ദിവസമൊക്കെ ഇരിക്കും. അല്ല, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 7 days ഒക്കെ ഇരിക്കും. അങ്ങനെ നമ്മളൊന്നും മെനക്കെട്ടാൽ മതി. നമ്മൾ എന്തുമാത്രം കുക്ക് ചെയ്യുന്നു, അതുപോലെ നമ്മൾക്ക് വേണ്ടി നമ്മളൊരു 15 minutes നമുക്ക് മെനക്കെടാൻ പറ്റില്ലേ. അതുകൊണ്ട് അങ്ങനെ നമ്മളൊന്ന് മെനക്കെട്ടാൽ നമ്മുടെ സ്കിൻ ഒരുപാട് നാൾ വളരെ ബ്യൂട്ടി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ എല്ലാവരും പറഞ്ഞു കുറച്ച് ചുരുക്കി പറയുമോ എന്ന് ചോദിച്ചു. എനിക്ക് ചുരുക്കി പറയുന്നതിൽ സന്തോഷമേ. എലാബറേറ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഹലോ, സമ്മർ ആയതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ടാൻ അടിക്കും അല്ലേ. സോ നമുക്കിന്നൊരു സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാം. 1 അല്ല 3 ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ. സോ ഫസ്റ്റ് ഫ്ലാക്സ് സീഡ് ഉണ്ട്, കോഫി പൗഡർ, ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച കോഫി പൗഡറാണ് കേട്ടോ. ദെൻ റൈസ്, ഇത് റോ റൈസ് ആണ്. എടുത്തിരിക്കുന്ന പൊട്ടറ്റോ ആണ്. ബദാം എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ, റോസ് വാട്ടർ, പിന്നെ കോക്കനട്ട് ഓയിൽ, കേർഡുണ്ട്, ലൈം എടുത്തിട്ടുണ്ട്, ആൽമണ്ട് ഓയിലുണ്ട്, ഹണി ഉണ്ട്, ദെൻ വൈറ്റമിൻ ഇ ഉണ്ട്. ഓക്കെ, ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ. നിറയെ പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചിരുന്നു. സോ ഇത് സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫേസ് വൈറ്റനിങ് ക്രീമാണ്. ഇത് ഒരു 40 വയസ്സ് 35 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ക്രീമൊന്നും ഇടാൻ പറ്റത്തില്ലാതെ വരത്തില്ലേ. സോ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആകും. ഇത് നമുക്ക് ബ്രൈഡൽ സ്കിൻ കെയർ ആയിട്ട് 1 month കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ കണ്ടിപ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫേസ് നല്ല വൈറ്റ് ആകും. ആദ്യം ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ചേർക്കുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ 1 സ്പൂൺ പച്ചരിയാണ്. 1 സ്പൂൺ അല്ല, നമുക്ക് അരി കുറച്ചുകൂടെ ഒരു 1.5 സ്പൂൺ അതുപോലെ ഇടാം. നമുക്ക് ഈ ഫ്ലാക്സ് സീഡും റൈസും കൂടെ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവുക. 1 കപ്പ് വാട്ടർ ഒഴിക്കണം. നമുക്ക് ഇതിലേക്ക് ഫ്ലാക്സ് സീഡും റൈസും കൂടെ ആഡ് ചെയ്ത് ഒരു 10 minutes, അതിൻ്റെ അപ്പുറത്തോട്ട് കുക്ക് ചെയ്യണ്ട, 10 minutes കുക്ക് ചെയ്യാം.
ഒരു പൊട്ടറ്റോ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് നമ്മുടെ ഫ്ലാക്സ് സീഡും റൈസുമാണ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിലും വായുടെ സൈഡിലും നെറ്റിയിലും ഒക്കെ വരുന്ന ചെറിയ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നതിനെ തടയാനും ഉള്ളതിനെ കുറച്ച് കുറയ്ക്കാനുമായിട്ട് സഹായിക്കും. കാണാമോ? ഇതിപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിതിനകത്തോട്ട് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പൊട്ടറ്റോ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനാണ്. പൊട്ടറ്റോവും റൈസും ഫ്ലാക്സീഡും കൂടെ ചേരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 1-2 ദിവസത്തിനാണ് നമ്മുടെ സ്കിൻ നല്ല ഫെയർ ആയിട്ട് വരുന്നത്. ഫ്ലാക്സീഡും റൈസും ഞാൻ ബ്ലെൻഡറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ അരച്ചാൽ പോരാ, ഇതിനെ നമുക്കൊരു തുണിയിലെടുത്ത് ഫിൽട്ടർ ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. നല്ല സ്മൂത്ത് ഫൈൻ ക്രീമായിട്ട് വേണമല്ലോ, നമുക്ക് ക്രീമായിട്ട് അരിച്ചെടുക്കാം. നല്ലൊരു മസ്ലിൻ ക്ലോത്ത് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഉള്ളത്രയും ക്രീം എക്സ്ട്രാക്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കണം. ഏകദേശം ഒരു 150 ഗ്രാം ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. എന്നിട്ട് ഞാൻ എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഇത്രയും ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാനിതൊരു നല്ല ഗ്ലാസ് കണ്ടെയ്നറിലാണ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒച്ചയേക്കാലോ. സോ നിങ്ങൾക്ക് അതിലുള്ള ഏതെങ്കിലും ഒരു സ്മോൾ കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചൊരു ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുള്ളത് കൊണ്ട് എനിക്കൊരു 14 ഡേയ്സ് ഫ്രിഡ്ജിൽ പക്കാണ് കേട്ടോ. ഇത് 14 ഡേയ്സ് ഫ്രിഡ്ജിലെ പക്കായിരിക്കും. നിങ്ങൾ 14 ഡേയ്സ് വെച്ച് ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കണം. രാത്രിയിലാണ് ഇതിടേണ്ടത്. ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് യു ക്യാൻ ഗോ ഫോർ സ്ലീപ്പ്. നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ പോകാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ പുറത്ത് ഫംഗസ് പോലെ കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ അത് നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഫേസ് വാഷ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല ഫൈൻ ക്രീമാണ്. ഞാൻ ഇട്ട് കാണിക്കാം എങ്ങനെയാണെന്ന്. ഞാനിന്ന് ഫേസിലിട്ട് കാണിക്കാൻ പോവാണ്. സോ ഞാൻ സ്കിന്നൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾ വാഷ് ചെയ്തിട്ട് വേണം എന്തും സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഞാനിത് സ്കിന്നിലിട്ട് കാണിക്കാം. ഭയങ്കര സ്മൂത്താണ് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇടേണ്ട അത്രയും മാത്രം കണ്ടെയ്നറിൽ നിന്നും പുറത്തെടുത്തിട്ട് വേണം. ഫുൾ പോർഷനിലേക്ക് നിങ്ങൾ ഒരിക്കലും ബ്രഷ് മുക്കി എടുക്കരുത്. അല്ലെ ഒരിക്കലും കൈ ഇടരുത് കേട്ടോ. കൈയിട്ടാൽ അത് ചീത്തയായി പോവും. അത് തന്നെയല്ല, ചീത്തയായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടില്ല. അത്രയ്ക്കും ഫൈൻ സ്മൂത്താണ്. കണ്ണിനടിയിലൊക്കെ ഇടുക. കണ്ണിനടിയിലെ ബ്ലാക്ക് സർക്കിൾസും കണ്ണിനടിയിലെ ഫൈൻ ലൈൻസും ഒക്കെ പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ ഇവിടെ എല്ലാവർക്കും ഒരു ലൈൻ വീഴില്ലേ, ആ ലൈനുകളൊക്കെ മായാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ നെറ്റിയിലൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ചുളിവുകളൊക്കെ വീഴത്തില്ലേ. അപ്പോൾ ആ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഇത് നല്ലൊരു ക്രീമാണ്. കെമിക്കൽ ക്രീമുകളൊക്കെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമുക്ക് കിട്ടും. പക്ഷേ അത് കഴിയുമ്പോൾ കുറേശ്ശെ നമ്മുടെ സ്കിന്ന് കറുക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ഡിഫറൻസും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വെയിലടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാതെ പോവുകയൊക്കെ ചെയ്യില്ലേ. അത് ഒരുപാട് കെമിക്കൽസിൻ്റെയൊക്കെ അതിപ്രസരം കൊണ്ടുണ്ടാകുന്നതാണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ സ്കിന്ന് ക്ലോസപ്പിൽ കാണിക്കാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ സ്കിന്ന്? കണ്ണിന് മേളിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്.
ഇതിനകത്ത് കെമിക്കൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ ഒരു മിനിമം 20 മിനിറ്റ്സ്, ഓക്കെ, 20 to 30 മിനിറ്റ്സ് ഇട്ടിട്ട് വാഷ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അരിച്ചെടുത്ത സാധനം വേസ്റ്റ് ആക്കണ്ട, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കോഫി പൗഡർ മിക്സ് ചെയ്തെടുക്കാം. ഫേസ് പാക്കിൻ്റെ ബാക്കി ഇരുന്നതിലൂടെ നമ്മൾ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്യുവാണ്. ഇത് ഞാൻ തന്നെ അരച്ച കോഫിയാണ് കേട്ടോ, ഞാൻ തന്നെ പൊടിച്ചെടുത്ത കോഫിയാണ്, കോഫി ബീൻസ് പൊടിച്ചെടുത്താണ്. കുറച്ച് കോഫി പൗഡർ ഇടാം, അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇടാം, ഒരു 1/2 സ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫേസിൽ, ബോഡിയിലൊക്കെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇത് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡിയിലിടാം. ഇത് കുറച്ചുകൂടെ ലിക്വിഡി ആക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ബോഡിയിലിടാം. എനിക്ക് പക്ഷേ ഈ കൺസിസ്റ്റൻസി ആണ് ഇഷ്ടം. ഫേസിലിടാനും ഇതാണ് നമുക്ക് സൗകര്യം. ഇത് നമുക്ക് ഫേസിലിട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. അടുത്ത ഫേസ് വൈറ്റനിങ് പാക്കിലേക്ക്, ക്രീമിലേക്ക് നമുക്ക് വേണ്ടത് ആൽമണ്ടാണ്. ആൽമണ്ട് എന്ന് പറഞ്ഞാൽ ബദാം. നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് കുറച്ച് യോഗട്ടാണ്. സ്വീറ്റ് അല്ലാത്ത യോഗട്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തൈര് ഉണ്ടെങ്കിൽ ആ തൈര്. ഓക്കെ, പിന്നെ വേണ്ടത് ഹണിയാണ്, കുറച്ച് ഹണി. നെക്സ്റ്റ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് ലൈം ജ്യൂസ് വേണം. സോ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലെടുത്ത് അരച്ചു കൊണ്ടുവരാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 to 12 ആൽമണ്ട് ഇടുവാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഹണി ഒഴിക്കാം. അടുത്തത് 1 ടീസ്പൂൺ കേർഡ്. സോ ഞാൻ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അത്രയ്ക്കും നല്ലൊരു ക്രീമാണ്. ഫേസ് വൈറ്റ് ആകാനും റിങ്കിൾസ് പോകാനും ഫൈൻ ലൈൻസ് ഒക്കെ പോകാനായിട്ട് ബദാമിനകത്ത് വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഒരു സംരംഭം തന്നെയുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ലൈം വന്നിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ആണ്. ഹണി വന്നിട്ട് സ്കിൻ സ്മൂത്തനിങ്, വൈറ്റനിങ് എല്ലാം ഇതെല്ലാം റിങ്കിൾസ് പോകാനും ഫൈൻ ലൈൻസ് പോകാനും നെറ്റിയിലും കഴുത്തിലും കയ്യിലും ഇതെല്ലാം നമ്മുടെ ചുളിവുകൾ പോകാനൊക്കെയുള്ള നല്ലൊരു ക്രീമാണ്. നിങ്ങൾക്ക് സ്കിൻ ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വൈറ്റമിൻ ഇ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പം ബദാം ഉള്ളത് കൊണ്ട് ബദാമിനകത്ത് നിറച്ച് വൈറ്റമിൻ ഇ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട. അത്രയ്ക്കും ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇന്ന് ഒരു പായ്ക്ക് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് കയ്യിലിട്ട് കാണിക്കുന്നത്. എല്ലാം കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഞാനിത് നാളെ അപ്ലൈ ചെയ്യും. അങ്ങനെ ഞാൻ മാറ്റി ഓരോ ആഴ്ചയിൽ ഓരോ 7 ഡേയ്സും ഞാൻ എൻ്റെ പാക്കുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. സോ നമുക്ക് എല്ലാ പാക്കുകളും മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ബ്യൂട്ടി കെയർ എന്നൊക്കെ പറയുന്നത് ഒരു കടൽ പോലാണ്. എല്ലാ സാധനങ്ങളിനകത്തും ബ്യൂട്ടി കെയറിന് വേണ്ട എല്ലാ ഒരു ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ മാറ്റി ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നു അത്രയ്ക്കും നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആകുകയും ചുരുങ്ങാതെയും ഡ്രൈ ആകാതെയും ഒക്കെ ഇരിക്കും. ഓക്കെ, സോ നല്ല ഒരു ബ്രൈറ്റായിട്ട് നല്ലൊരു ഹെൽത്തി സ്കിൻ, നല്ലൊരു ഗ്ലോയിങ് സ്കിൻ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിടാതുള്ള പരിശ്രമം മാത്രമേ അതിന് ഒരു പരിഹാരമുള്ളൂ. ഒരു എഫേർട്ടൊന്നും ഇടാതെ നമുക്ക് ഇതൊക്കെ വേണമെന്നാഗ്രഹിച്ചാൽ എങ്ങനെ നടക്കാനാണ്? സോ നമ്മുടെ എഫേർട്ട് നമ്മൾ തന്നെ ഇടണം. കുറച്ചൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒട്ടും സമയമില്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്തിരിക്കണം. ഡെയിലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും. ചെയ്തു നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയൂ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ടിൻ്റെ അളവ് നിങ്ങളുടെ വീട്ടിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുണ്ടാക്കിയാൽ മതി. ഞാനിപ്പം വീഡിയോയ്ക്ക് കാണിക്കേണ്ട കാര്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി. ഹലോ, അപ്പം ഞാൻ പായ്ക്കൊക്കെ കഴുകിയിട്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എൻ്റെ സ്കിന്നിൻ്റെ ഡിഫറൻസ്. എനിക്ക് തന്നെ
കാണാം എൻ്റെ സ്കിന്നിൻ്റെ ഡിഫറൻസ്. പിന്നെ ഡെയിലി ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ സ്കിന്നിൽ പാടുകളോ മാർക്കുകളോ ഒന്നും തന്നെ ഇല്ല. എന്നാലും ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കാണാം. പകൽ ഫുള്ള് നമ്മൾ വെയിലത്ത് പോയിട്ട് വന്നിട്ട് എന്താണെങ്കിലും ഒരു ചെറിയ ടാൻ അടിക്കും അല്ലേ. സോ ഇങ്ങനത്തെ ഫേസ് ക്രീമുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഹെൽത്തിയാണ് നമ്മുടെ സ്കിന്നിന്. അതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഇരിക്കാനുള്ള ടിപ്സുകൾ നോക്കാം. നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ സ്കിൻ കെയർ ടിപ്സുകൾ മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആർക്കും ഹാം ആകുന്ന, ആർക്കും ഹേർട്ട് ആവുന്ന ഒന്നും തന്നെ ചെയ്യരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എല്ലാവർക്കും ഒരു 25 എബോവ് ആകുമ്പോൾ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം കാരണം ഉറപ്പായിട്ടും റിങ്കിൾസും ഫൈൻ ലൈൻസും മാർക്കും എല്ലാം തന്നെ വീഴും അല്ലേ. സോ അതൊന്നും ഇല്ലാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എല്ലാവർക്കും തന്നെ ഉള്ളിൽ ഒരാഗ്രഹം കാണും, നമ്മളുടെ സ്കിൻ നന്നായിരിക്കണം, നമ്മളെ കണ്ടാൽ ആരും മോശം പറയരുത് അല്ലേ. കുറച്ച് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫെയർനെസ്, അതിനേക്കാളും ഒരു 2-3 സ്റ്റെപ്പ് മേളിലുള്ള ഫെയർനെസ്, അതായത് വെളുത്ത ചർമ്മം നമുക്ക് കിട്ടുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് ഇത് ഉപയോഗിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞ ആ ക്രീം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, ഫ്ലാക്സീഡും റൈസും പൊട്ടറ്റോവും കൊണ്ടുണ്ടാക്കിയ ക്രീം ഒരു 1 മന്ത് ഉപയോഗിച്ച് നോക്കൂ. 1 മന്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉറപ്പായിട്ടും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന്. പിന്നെ ആ പായ്ക്ക് നിങ്ങൾക്ക് വെറുതെ കളയേണ്ട, നമ്മൾ ഒരു സാധനവും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് ബാക്കി വരുന്നത് അത്രയ്ക്കും അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും കൊളാജനും വൈറ്റമിൻ ഇയും എല്ലാം തന്നെ ഉള്ളത് കൊണ്ട് വേസ്റ്റ് ആക്കരുത്. അതും പായ്ക്കായിട്ട് തന്നെ ഫേസിലും ബോഡിയിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. കയ്യിൽ അപ്ലൈ ചെയ്യാം. കയ്യിൽ റിങ്കിൾസ് വരുന്നവർക്ക് കാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു ദിവസം ഫുഡ് കെയർ വീഡിയോ ഇടാം. സോ അതുകൊണ്ട് വേസ്റ്റ് ആക്കാതെ അതും ഉപയോഗിക്കാം. സോ 3 പാക്കുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടുകളും സന്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത് റിലേറ്റഡ് സ്കിൻ കെയർ യു ക്യാൻ ആസ്ക് മീ. സോ എൻ്റെ ഇമെയിൽ ഐ ഡി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്ലൈ വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട് അതിൻ്റെ റിപ്ലൈ വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇമെയിൽ ചെയ്യുക. അല്ല നിങ്ങൾക്കൊരു സാധാരണ ഡൗട്ടാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തിയ ഒരു ക്രീമോ ഒരു ഫേസ് മാസ്കോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് എന്നെ എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും.